Meet the editors. സ്മൃതി അവിടെയുള്ള സമയത്താണല്ലോ ഈ ട്രോളി വിവാദം നടക്കുന്നത് ആ രാത്രിയിൽ. പക്ഷേ രാവിലെ ആകുമ്പോഴാണ് സ്മൃതി കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ടിരുന്നു. സ്മൃതിയാണ് ആദ്യം പ്രതികരണങ്ങൾ എടുക്കുന്നതും നമ്മുടെ രണ്ട് വനിതാ നേതാക്കളുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും ബിന്ദു കൃഷ്ണയുടെയും അടക്കം. അന്നേ തന്നെ വനിതാ നേതാക്കളുടെയും എടുത്തിരുന്നു. ഇന്നിപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആ നീല ട്രോളി പിന്നീട് രാഹുൽ അന്ന് പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് CPM-നെയും BJP-യുടെയും തമ്മിലുള്ള നാടകമാണ്, അത് പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. പക്ഷേ നിയമപരമായി അവരതിനെ നേരിടുന്നതാണ്. പക്ഷേ അതിന് നിയമസാംഗത്യം ഇനി എങ്ങോട്ട് നിയമം നേരിടുമെന്ന കാര്യം നമുക്കറിയില്ല. ആവിയായോ ട്രോളി വിവാദം? ആവിയാകുമെന്നുള്ളതാണ് നമ്മൾ അന്ന് മുമ്പ് ചർച്ച ചെയ്ത ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രോളി വിവാദത്തിൽ ആ ട്രോളിയിലൊന്നുമില്ല. അത് ഒരു പണപ്പെട്ടിയുമായിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത്. ആ പെട്ടിയിൽ പണമുണ്ടാകുമോ, അത്രയും ഭാരമുള്ള പെട്ടിക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർ അരുണും കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ പെട്ടി ഒരു സാധാരണ പെട്ടിയും തുണി കൊണ്ടുപോയ പെട്ടിയുമായിരുന്നു. പിന്നെ പെട്ടിയുമായിട്ടാണ് എല്ലാവരും ഹോട്ടലുകളിൽ താമസിക്കാൻ വരിക. അപ്പോൾ പെട്ടിയിൽ എന്താണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു ആ പെട്ടി കൊണ്ടുവരുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള ശ്രമം നടന്നു. നോക്കൂ, ഈ കേസിൻ്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ അന്ന് ACPയുടെ പ്രതികരണമാണ് ആദ്യം വരുന്നത്. ആ സമയത്ത് അവർ പറയുന്നു റുട്ടീൻ പരിശോധനയാണ് എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ എത്തുന്ന അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അങ്ങനെയല്ല, കൃത്യമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് എന്ന്. അങ്ങനെയെങ്കിൽ ആ പരാതി എവിടെ നിന്ന് വരുന്നു? അങ്ങനെ പരാതി ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്ന് വന്ന പരാതിയാണെന്ന് പിന്നീട് ജില്ലാ സെക്രട്ടറി തന്നെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പരാതി വരുമ്പോൾ CPM-ഉം BJP നേതാക്കളും ഒരുമിച്ച് എങ്ങനെയാണ് ആ ഹോട്ടലിന് മുന്നിലേക്ക് എത്തുക? ഇതിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ അത് ആ ഒരു തിടുക്കത്തിൽ അവർക്ക് മൊത്തത്തിൽ ചില കാര്യങ്ങൾ പാളി. കാരണം ഇത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ മുറിയിൽ, കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലാണ് പണം വച്ചിരുന്നത് എന്നൊരു ആരോപണമാണെങ്കിൽ അവിടെ മാത്രമാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് കാണിക്കുക, എല്ലായിടത്തും പരിശോധന എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അപ്പോഴെന്താണ്, ഷാനിമോൾ ഉസ്മാൻ്റെയും ബിന്ദു കൃഷ്ണയുടെയും റൂമുകൾ പരിശോധിക്കുന്നതിനൊപ്പം MV നികേഷ് കുമാറിൻ്റെ മുറിയും പരിശോധിച്ചു. MV നികേഷ് കുമാറിൻ്റെ പ്രതികരണം വന്നു, എൻ്റെ മുറിയും പരിശോധിച്ചല്ലോ, എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, പിന്നെ ഇവരെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവിടെ TV രാജേഷും അതേ റോയിലാണ്, അതായത് ഈ ഷാനിമോൾ ഉസ്മാനൊക്കെ താമസിച്ചിരുന്നത് അതേ റോയിൽ തന്നെയാണ് താമസിക്കുന്നത് താഴെ. അദ്ദേഹം പറഞ്ഞു എൻ്റെ മുറിയും പരിശോധിച്ചു, പക്ഷേ ആ വിഷയമൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഞാനും സഹകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കണ്ടത് MV നികേഷ് കുമാറിൻ്റെ മുറിയിൽ പരിശോധന നടത്തിയ ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരണമാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്നു, പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലാണ് എന്ന് പറഞ്ഞു. ഷാനിമോൾ ഉസ്മാനെ പോലൊരു മുതിർന്ന വനിതാ നേതാവിൻ്റെ മുറിയിലേക്ക് പരിശോധന നടത്താൻ എങ്ങനെയാണ് അവിടേക്ക് പോലീസ് എത്തിയത്? അതിനുശേഷം പോലീസ് എത്തുമ്പോൾ അവിടെ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല, ID കാർഡ് ഉണ്ടായിരുന്നില്ല, ചട്ടം പാലിച്ചല്ല, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ള സമയമാണ്. ഇതൊക്കെ നമ്മൾ അന്ന് വിശദമായി തന്നെ പറഞ്ഞതാണ്. പിന്നീടാണ് പോലീസ് വിളിച്ചു വരുത്തിയിട്ടാണ് റെയ്ഡ് ഏതാണ്ട് അവസാനിക്കാറായപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. അതിനുശേഷം ഈ മുറിയിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത ശേഷമാണ് പോലീസ് പോകുന്നത്. എന്നിട്ടും തീർന്നില്ല, ഇനിയും ദൃശ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്ത് പിന്നാമ്പുറത്തുകൂടി ഒരു ഏണി വെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചു. അങ്ങനെ ഒരു ഏണിയും ഇല്ല, പിന്നാമ്പുറവും ഇല്ല, ആ രൂപത്തിലില്ല, മുന്നിൽ കൂടിയാണ് പോയെന്നുള്ള ദൃശ്യങ്ങൾ വേറെ വന്നു. അപ്പോൾ പിന്നെ പാതി വഴിയിൽ വണ്ടി മാറിക്കയറിയുമ്പോൾ പെട്ടി വേറെ കാറിൽ എന്നൊക്കെ രൂപത്തിലൊക്കെ ആരോപണം വന്നു. പക്ഷേ ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടല്ലോ. പോലീസ് അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി? പോലീസ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ആ വിവാദത്തിൽ ഒന്നുമില്ല എന്നും ഇനി ഇത് കെട്ടിപ്പൂട്ടാമെന്നുമാണ്. ഇനിയിപ്പോൾ ഇതിൽ ഒരു മുന്നോട്ട് അന്വേഷണം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരുമിച്ച് CPM BJP പ്രവർത്തകർ വന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ എങ്ങനെ ഐക്യത്തോടെ അവർ മുന്നേറി എന്നുള്ളതാണ്. അത് പിന്നീട് നടന്ന പല വിവാദങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും BJPക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന CPM നേതാക്കളെ കണ്ടിട്ടില്ല. പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ചുരുക്കുകയായിരുന്നു അവരുടെ ആരോപണങ്ങൾ. അതാണിപ്പോൾ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന മാനനഷ്ട കേസ്. ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന കേസ്. അവരെ സംബന്ധിച്ച് അവിടെ നടത്തിയ പരിശോധന എന്ന് പറയുന്നത് ചാനൽ ക്യാമറകളടക്കം മുന്നിൽ നിൽക്കുമ്പോഴാണല്ലോ ആ പരിശോധന നടക്കുന്നത്. അവർ അപ്പോൾ നൈറ്റ് ഡ്രസ്സിലായിരുന്നു, അതുകൊണ്ടാണ് തുറക്കാൻ വൈകിയെന്നാണ് ഞാൻ എടുത്ത അഭിമുഖത്തിൽ അവർ പറയുന്നത്. അതിനുശേഷം അകത്തേക്ക് കയറി പെട്ടി തുറക്കുന്നതും അവിടെ പെട്ടിയിലുള്ള അടിവസ്ത്രങ്ങളടക്കം പുറത്തേക്കിട്ട് പരിശോധിക്കുമ്പോൾ അവർ അപമാനിതരാകുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാലമായി രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ ഒരു വനിതാ നേതാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ അത് ഇന്നും അവരുടെ പ്രതികരണമായി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചു കാലമായി CPM ഇതേ രീതിയിലുള്ള ശൈലി അവലംബിക്കുന്നു. ആ ശൈലി പരാജയപ്പെടുമ്പോൾ വീണ്ടും ആ ശൈലി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു. അവിടെ പ്രതിപക്ഷ നേതാവ് അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്.
പറയുന്നത്. പിന്നീട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയം ഉണ്ടായതിനു ശേഷം പിന്നെ അത് വിടുകയാണ്, പിന്നെ അതിലേക്ക് പോകുന്നില്ല. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്ന് കോടതി എത്ര തവണയായി ചോദിക്കുന്നു. അന്ത്യശാസനവും കഴിഞ്ഞ തവണ നൽകി, അപ്പോൾ റിപ്പോർട്ട് നൽകുന്നില്ല. അവിടെ ആദ്യം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു DYFI നേതാവ്, അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് അത് കിട്ടിയതെന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. അപ്പോൾ അതും അവിടെ വിട്ടു, അവിടെയും പരാജയം സംഭവിച്ചു, അവിടെ വിട്ടു. അപ്പോൾ പാലക്കാട് എത്തുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ പരാജയപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ജനം പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് ബോധ്യമാകേണ്ടതുണ്ട്. രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയമായി നേരിടുക, രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, അങ്ങനെ വിജയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി ചെയ്യേണ്ടത്. CPM അതൊക്കെ ചെയ്തിരുന്നതാണ് ഒരു കാലം വരെ. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അതേ രൂപത്തിൽ അത് അപകടകരമായ രീതി തന്നെയാണ്. വടകരയിൽ കളിച്ചത് വളരെ അപകടകരമായ കളിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് SDP വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു. SDP വോട്ട് കിട്ടിയിട്ടുണ്ട്, അതിലൊരു രഹസ്യമുള്ള കാര്യമല്ല. പക്ഷേ ആ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന രൂപത്തിലേക്ക് അതിലേക്ക് ഊന്നുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, ആരൊക്കെയായിട്ട് സഖ്യമുണ്ടാവും, ആരൊക്കെ സഹകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ പൂർണ്ണമായും പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്നുള്ളതാണ്. പെട്ടി പൂട്ടുന്നത് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ നോക്കൂ, നമുക്ക് MP രാജേഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. MP രാജേഷിൻ്റെ പ്രതികരണം, ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി NN കൃഷ്ണദാസ് പറഞ്ഞു, ആ പെട്ടിയൊക്കെ നിലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും വലിച്ചെറിയൂ, രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരൂ, നമുക്ക് വേറെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടും ഞാൻ പറയുന്നതാണ് നിലപാട്, അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവത്തിലുള്ള വിഷയം ഈ പെട്ടി തന്നെയാണ് എന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരുടെ ഒന്നും പ്രതികരണം ഇന്നത്തെ പോലീസിൻ്റെ അടച്ചുപൂട്ടലിന് ശേഷം വന്നിട്ടില്ല എന്നുള്ളതാണ്. വരുമായിരിക്കാം, ഏതോ ഒരു പ്രതികരണം മറ്റേ വന്നു തോന്നുന്നു. കാരണം പോലീസിന് കണ്ടെത്താനാകാത്ത സത്യം എന്ന രൂപത്തിൽ ചിലരെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അത് ദുർബലമായ ഒരു വശത്തുനിന്ന് മാത്രം വന്ന പ്രതികരണമാണ്. സത്യത്തിൽ ആ ആരോപണം ഉന്നയിച്ചവർ ശക്തമായി അന്ന് മുഴുവൻ മാധ്യമങ്ങൾക്ക് മുന്നിലും തുടർച്ചയായി വന്നവരുടെ പ്രതികരണം കാണാൻ ഒരു കൗതുകമുണ്ട്. കാരണം ഇതൊരു മോശം ആരോപണമായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാമല്ലോ, വേറെ ഇത്തരം കാര്യങ്ങളല്ല ഉന്നയിക്കേണ്ടത്. അതിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ ആ തെളിവ് ഇതിൽ ഇപ്പോഴും അതിൽ രഹസ്യാത്മകത വയ്ക്കുന്നതിനാണ്. അങ്ങനെ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നെങ്കിൽ FIR ഇടാൻ പറ്റിയിട്ടില്ല. FIR ഇടാൻ പറ്റാത്ത സമയത്ത് അന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്ന കാര്യം അവിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ കൂട്ടത്തിലങ്ങ് അന്വേഷിച്ചാൽ മതിയെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ CCTV 22 CCTVകൾ പരിശോധിച്ചു, ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. ഇതൊക്കെ നമ്മൾ ആ ഹോട്ടലിലുള്ളപ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു തെളിവും കിട്ടുന്നില്ല എന്നേ. അതെ, അപ്പോൾ ആവിയായി എന്ന് തന്നെയാണ്. ആവിയായി. ഈ വിഷയത്തിൽ രണ്ട് നിരീക്ഷണങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, CPM യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ നീലപ്പെട്ടി അല്ലെങ്കിൽ നീല ട്രോളി വിവാദം കത്തിക്കാൻ ശ്രമിച്ചത്? അതിനൊരു മറുപടിയേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാതിരിക്കാൻ പാർട്ടി സ്വീകരിച്ച ഒരു തന്ത്രമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം CPM നേതൃത്വവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു സൂചന, ഈ KPM റീജൻസി എന്ന് പറയുന്ന നേതാക്കളും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം താമസിച്ച ഹോട്ടലിലേക്ക് ഒരു ടൊയോട്ട വെൽഫെയർ കാറിൽ കുറച്ച് പണം വന്നു എന്ന് അവർക്ക് കിട്ടിയ ഒരു ഹാഫ് കുക്ക്ഡ് ഇൻഫർമേഷൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആരോ കൊടുക്കുന്നു, അത് CPM നേതാക്കൾ അത് പോലീസിലേക്ക് വിളിച്ചറിയിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് CPM ആണ് വിളിച്ചറിയിച്ചത് എന്നത് സമ്മതിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. അവിടെ ACPയുടെ മൊഴി പിന്നീട് CPM സ്വീകരിച്ച മൊഴിക്ക് വിരുദ്ധമാണ്. ഒരു റുട്ടീൻ ചെക്കപ്പാണെന്നാണ് പറയുന്നു. പക്ഷേ മറ്റൊരിടത്തും ചെക്കപ്പ് നടന്നതായിട്ട് നമുക്കറിയുകയുമില്ല. ഈ ഹോട്ടലിൽ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെക്കപ്പ് നടത്തുന്നതും. അപ്പോൾ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ചർച്ചയാകാതിരിക്കാനും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി തിരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുക എന്നതായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിച്ച തന്ത്രമായി നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയം പരമാവധി ചർച്ച ചെയ്യാതിരിക്കുക. അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വ്യക്തിയധിഷ്ഠിത രാഷ്ട്രീയം, VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ 3 പേരിലേക്ക് ചർച്ചയൊതുക്കാൻ പരമാവധി ഈ CPM ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. CPMൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയും സ്ട്രാറ്റജിയും അവിടെ പ്ലാൻ ചെയ്തിരുന്നത് MP രാജേഷ്, AK ബാലൻ, അതുപോലെ സുരേഷ് ബാബു എന്നീ 3 നേതാക്കളാണ്. എന്നാൽ കൃഷ്ണദാസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് തിരിച്ചടിക്കും സാധ്യതയുണ്ട് എന്നുള്ളത് NN കൃഷ്ണദാസിന് ബോധ്യമായതുകൊണ്ടുകൂടിയാണ് പെട്ടിയൊക്കെ വലിച്ചെറിയൂ, പകരം രാഷ്ട്രീയം സംസാരിക്കൂ എന്ന് NN കൃഷ്ണദാസ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും സംസ്ഥാന നേതൃത്വത്തെ പോലും ജില്ലാ നേതൃത്വം ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല, അവിടെ പണം വന്നിരുന്നു, ആ വിവരം ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഓതൻറ്റിക് സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ്. പക്ഷേ പോലീസാണ് അതുകൊണ്ട് കളഞ്ഞത് എന്നതാണ് CPMൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. CPM പോലീസിനെ അറിയിക്കുന്നു, പോലീസ് അവിടെ തിടുക്കപ്പെട്ടെത്തുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു. ഒന്ന്, തിരഞ്ഞെടുപ്പ് ഓഫീസറെ ഈ വിവരം അറിയിച്ചില്ല, കളക്ടറെ ഈ വിവരം അറിയിച്ചില്ല, RDO ഈ വിവരം അറിയിച്ചില്ല, ADMനെ ഈ വിവരം അറിയിച്ചില്ല,
തിരഞ്ഞെടുപ്പിൻ്റെ ഒബ്സർവർമാരെയും ഈ വിവരം അറിയിക്കുന്നില്ല. അവരൊക്കെ പിന്നീട് പറയുന്നത് ഞങ്ങൾ അറിയിച്ചാലല്ലേ വരാൻ പറ്റൂ എന്ന് കോൺഗ്രസ് നേതാക്കളോട് പ്രതികരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ പോലും. അപ്പോൾ പോലീസ് ഒറ്റയ്ക്ക് എടുത്ത ഒരു നീക്കം, ആ നീക്കത്തിൽ ഒന്ന്, ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസ് അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂട്ടിയിട്ടില്ല എന്നുള്ളത്. രണ്ടാമത്തത്, വനിതാ നേതാക്കളടക്കം താമസിക്കുന്ന ഹോട്ടലിലേക്ക് റെയ്ഡിന് പോകുമ്പോൾ പാലിക്കേണ്ട മിനിമം നിബന്ധനകൾ: ഒന്ന്, യൂണിഫോമിൽ പോവുക; രണ്ട്, വനിതാ പോലീസുമാരെ ഒപ്പം കൂട്ടുക. ഇത് രണ്ടും ആദ്യം പാലിക്കാൻ പോലീസിന് സാധിച്ചില്ല. അപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ഇൻഫർമേഷൻ്റെ പുറത്ത് CPM കൊടുത്തൊരു ടിപ്പ് ഓഫ്, ആ ടിപ്പ് ഓഫിൻ്റെ പുറത്ത് പോലീസിൻ്റെ അമിതമായ ആവേശം, ആ അമിതമായ ആവേശമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ റെയ്ഡ് നടത്തേണ്ടിയിരുന്നത്. റെയ്ഡ് നടക്കുന്നതിനൊരു ചട്ടമുണ്ട്. ആ പരിസരത്തെ മുഴുവൻ എൻട്രിയും എക്സിറ്റും നിങ്ങൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അവിടെയുള്ള മുഴുവൻ ആളുകളെയും വിവരം അറിയിക്കണം. വനിതാ പോലീസുകാരടക്കമുള്ളവർ, വനിതാ നേതാക്കന്മാർ താമസിക്കുന്ന മുറികളിലേക്ക് വരണം. അവരുടെ റൂം തുറന്നു നൽകാൻ ആവശ്യപ്പെടണം. അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാ നേതാക്കളും സഹകരിക്കും. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം വാഹനങ്ങളും മുറികളും ഹോട്ടലുകളും ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റുട്ടീൻ പ്രോസസ്സാണ്. അത്തരം റുട്ടീൻ ചെക്കപ്പുകളോട് എല്ലാ നേതാക്കളും സഹകരിക്കും. പക്ഷേ അമിതമായ ആവേശം കാണിച്ച് പോലീസുകാർ പോയി ഈ വനിതാ നേതാക്കളുടെ റൂം തള്ളി തുറക്കുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അവരെ അപമാനിക്കത്തക്ക രീതിയിൽ അവിടെ പരിശോധന നടക്കുന്നു എന്നതാണ് വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള വിവരം പിന്നീടാണ് CPM അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്താണ് പോയത്. അങ്ങനെയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റെയ്ഡ് നടക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്നതാണ്. നേരത്തെ അപ്പോയിൻമെൻറ്റ് കാന്തപുരവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാത്രി 2 മണിയോടുകൂടി കോഴിക്കോട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, CPMൻ്റെ ഈ നീക്കത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് BJP കൂടി രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോഴും അതൊരു ഹാഫ് കുക്ക്ഡ് ഇൻഫർമേഷൻ മാത്രമായിരുന്നു, പൂർണ്ണമായ അർത്ഥത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 146 മുറികളിലുള്ള KPM റീജൻസിയിലെ ഒരൊറ്റ റോ മാത്രമാണ് പരിശോധിച്ചത്. 2 നിലകളിലെ വളരെ കുറച്ച് മുറികൾ മാത്രമേ പരിശോധിച്ചുള്ളൂ. അത് CPMൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നത് മറികടക്കാൻ വേണ്ടി TV രാജേഷിൻ്റെ, അതേപോലെ എം പി നികേഷ് കുമാറിൻ്റെ ഒക്കെ മുറികൾ പരിശോധിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. അതൊരു പ്രതിരോധമാണ് സ്വീകരിച്ചത്. എല്ലാം പാളിപ്പോയി. ഒടുവിൽ ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ട്രോളി വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേന്ദ്രസ്ഥാനത്തേക്ക്, വാർത്തകളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ CPMന് സാധിച്ചു. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് CPM ഉദ്ദേശിച്ചതെങ്കിലും ഈ ആദ്യത്തെ കത്ത് വിവാദം പുറത്തു വരുമ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടു. ട്രോളി വിവാദം, അവിടെ കൂടുതൽ എയർ സ്പേസും ടൈമും വാർത്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ അദ്ദേഹത്തിനൊരു പരിവേഷം കിട്ടത്തക്ക രീതിയിൽ CPM അതിന് സഹായമൊരുക്കുന്നു. സ്പിരിറ്റ് വിവാദം വരുന്നു. അവിടെ എക്സൈസ് മന്ത്രി തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതൊരു ബൂമറാങ്ങാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വോട്ട് ചോർത്തലുമായി ബന്ധപ്പെട്ടും വോട്ട് മാറ്റലുമായി ബന്ധപ്പെട്ടുമുള്ള വിവാദമുണ്ടാവുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ അടിസ്ഥാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വാർത്തയുടെ കേന്ദ്രത്തിൽ നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് CPMൻ്റെ ഒരു 2 തന്ത്രമായിരുന്നു. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക. ഒരു പരിധിവരെ ആദ്യഘട്ടത്തിൽ CPM അത് വിജയിച്ചു. CPM സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ അത് കോൺഗ്രസിന് പരോക്ഷമായൊരു ഗുണം ചെയ്തു. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ വാർത്തയുടെ തലക്കെട്ടിൽ നിർത്താനും വാർത്താ കേന്ദ്രമാകാനും ആ വിവാദങ്ങളെല്ലാം സഹായിച്ചു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ തന്ത്രം. ആ വ്യക്തിപരമായുള്ള ആക്രമണം പലപ്പോഴും ബൂമറാങ്ങാവുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നീല ട്രോളി വിവാദം ആവിയായോ എന്ന ചോദ്യത്തിന് അതിനൊരു ട്രോളിനപ്പുറം മറ്റ് സാധ്യതകളൊന്നും തന്നെയില്ല. പക്ഷേ ഈ കേസിനി മാനനഷ്ട കേസൊക്കെ ഇനി എങ്ങനെ പോകും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇത്തരം റുട്ടീൻ ചെക്കപ്പ് ഉണ്ട്. ചട്ടങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത എന്നതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ആ കേസൊന്നും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ചുരുക്കത്തിൽ പാർട്ടിക്ക് കിട്ടിയ പാതിവെന്ത ഇൻഫർമേഷൻ്റെ പുറത്ത് പോലീസ് നടത്തിയ അമിതാവേശമാണ് നീല ട്രോളി വിവാദത്തെ ദുർബലമാക്കുന്നതും അതിനെ ട്രോളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതും എന്നാണ് എൻ്റെ പക്ഷം. അതിന് CPMൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി സർക്കാരിനെതിരെയുള്ള ചർച്ച അവിടെ ഉണ്ടാവാതിരിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സ്ട്രാറ്റജി, ഇത് രണ്ടും പക്ഷേ
പരോക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുണച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് സാധ്യതകളിലേക്ക് കൂടി, മറ്റ് ആരോപണങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തെ നമുക്ക് അപ്രസക്തമാക്കാൻ കഴിയില്ല. 18,000 വോട്ടിൻ്റെ ആധികാരിക വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ട്രോളി ആവിയായോ എന്ന ചോദ്യത്തിന് ട്രോളി ആവിയായി, അതൊരു ട്രോൾ മാത്രമായി തീരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം. നമുക്കൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ. പാലക്കാട്ടെ ട്രോളി ആവിയായോ എന്നാണ് ചോദ്യം. ആവിയായോ ആൻറ്റോ? ആവിയായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ CPM ആരോപണവും ആവിയായി എന്നുള്ളതാണ്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് രാത്രി നടന്ന പോലീസിൻ്റെ ഒരു അതിക്രമം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു രാത്രി, ഞാൻ അന്ന് മിഡ് ദ ടെസ്റ്റിൽ കാര്യം പറഞ്ഞതാണ്, ഒരു രാത്രി ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യാൻ പോയ പോലീസിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. കേരളത്തിലെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ഒരു വനിതാ പോലീസിനെ ഇല്ലാതെ ആ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് പോയത്. പോലീസ് പോയി CPM ആരോപണം, അല്ലെങ്കിൽ ഒരു പാതി വെന്ത, അരുൺ പറഞ്ഞതുപോലെ പാതി വെന്ത ഒരു ആരോപണം കേട്ടിട്ട് പോലീസ് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് സത്യം. നേരെ ചെല്ലുന്നു, വാതിലിൽ മുട്ടുന്നു, വാതിലിൽ തുറക്കുന്നില്ല. അപ്പോൾ അടുത്ത വാതിൽ പോയി മുട്ടുന്നു, അവിടെ തുറക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാൻ ഡ്രസ്സ് മാറാൻ സമയം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നേരെ കയറുകയാണ്. എന്നിട്ട് പെട്ടി വലിച്ചിട്ട് പെട്ടിയിലുള്ള ഡ്രസ്സുകൾ മുഴുവൻ വലിച്ച് പുറത്തേക്ക് ഇടുന്നു. കാരണം ആരായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലോകത്ത് ഒരു സംസ്ഥാനത്തും അല്ല ഒരു രാജ്യത്തും ഒരു ഹോട്ടലിലും ഒരു സുപ്രഭാതത്തിൽ പോലീസ് ഇങ്ങനെ കയറി റെയ്ഡ് നടത്തൽ വളരെ ചുരുക്കമായ റെയ്ഡ് നടത്തും. കാരണം അത്രയും സോളിഡായ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഹോട്ടലിൽ റെയ്ഡ് നടത്താൻ പറ്റുള്ളൂ. കാരണം എത്രയോ ആൾക്കാർ എവിടെ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ KPM റീജൻസി എന്ന് പറയുന്ന ഹോട്ടൽ ഈ പറഞ്ഞതുപോലെ ഇലക്ഷന് വേണ്ടി മാത്രം നീക്കി വെച്ചിട്ട് ഹോട്ടലാണോ? ഒരിക്കലും അല്ലല്ലോ. അവിടേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി വന്ന് കയറി എന്താണ് പറയുക, ഈ പറഞ്ഞ റൂമുകളെല്ലാം പരിശോധിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു സോളിഡ് ഒരു ഇൻഫർമേഷൻ കിട്ടണം. ഇന്ന റൂമിൽ ഇന്ന ആളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് ആ റൂം മാത്രം ഇവർക്ക് പറയുന്ന സംവിധാനങ്ങളോടൊക്കെ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഹോട്ടലിൽ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ റെയ്ഡ് നടത്തുകയാണ്. 12 മുറികൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 12 മുറികൾ പരിശോധിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏത് മുറിയിലാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 12 മുറിയും പരിശോധിച്ചിട്ടുണ്ടാവുക. അപ്പം ബാക്കിയുള്ള ഇവർ പരിശോധിക്കാത്ത മുറിയിലാണോ പണം ഉള്ളെങ്കിലോ? അപ്പോൾ അത് ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. കാരണം പോലീസ് നടത്തിയ ഒരു അമിതാവേശമാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ ഇത്രയും മോശമാക്കി എന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ പാർട്ടി എന്നുള്ളതല്ല, കേരളത്തിലെ ഏതൊരു പൗരനും ഒരു സ്ഥലത്ത് ഒരു ക്രൈം നടക്കുന്നുണ്ടെന്ന് കണ്ടാൽ ആ കണ്ടത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആർക്കാ? പോലീസിനാണ്. ആ പോലീസാണ് അത് ഔചിത്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടത്. പോകണോ പോകണ്ടയോ, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പാർട്ടി ഇപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞു നോക്കുക. പാർട്ടി പറഞ്ഞാൽ പോലീസ് പോകാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, ഇലക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് ഈ റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടല്ലോ, ഇലക്ഷൻ ഓഫീസർ ഉണ്ടല്ലോ, അവരെ അറിയിക്കണ്ടേ, അവരെ കൂട്ടിയിട്ട് പോകണ്ടേ? അപ്പം ഈ റെയ്ഡ് നടത്തി ഷാനിമോൾ ഉസ്മാൻ്റെയും ബിന്ദു കൃഷ്ണൻ്റെയൊക്കെ റൂമിലേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കയറി വരുന്ന റിട്ടേണിംഗ് ഓഫീസറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നതെന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ പോലീസ് ചോദിച്ചപ്പോൾ അങ്ങനെയാണ്, റൊട്ടീൻ ചെക്കപ്പാണ് എന്നുള്ളതാണ് പോലീസ് ചോദിച്ചപ്പോൾ പറയുന്നത്. അപ്പം ഈ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ്? ഈ ആര് കൊടുത്ത രഹസ്യം? പോലീസ് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്ത രഹസ്യ വിവരമാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനെയായിട്ട് അല്ലാതെ പാർട്ടി കൊടുത്ത രഹസ്യ വിവരമല്ല. അങ്ങനെ ഒരു രഹസ്യം, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ ആരൊക്കെയോ കയറി എന്താ പറയുക, വളരെ മോശമായ രീതിയിൽ ഈ പാലക്കാടത്തെ ഇലക്ഷനെ ഇത്രയധികം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ 1-2 ആരോപണങ്ങളാണ്. അതിൽ ഇതെല്ലാം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അരുൺ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരു വാർത്താ താരമാക്കി. ഞാനത് നേരത്തെ പറയുന്നുണ്ട്. പ്രചാരണത്തിൽ നീലപ്പെട്ടി കൊണ്ടുവരാൻ തുടങ്ങി. നീലപ്പെട്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തിന് എല്ലാ ദിവസവും വാർത്തകളുടെ നമ്മുടെ 10 ഹെഡ്ലൈൻ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ 2 ഹെഡ്ലൈൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. കാരണം പൊതുവേ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പത്രങ്ങളുടെയും ഹെഡ്ലൈൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. വാർത്താ താരമാക്കി മാറ്റി എന്നുള്ളതാണ്. അത് നെഗറ്റീവായപ്പം അത് എന്താണ് പറയുക, അത് CPM ഉയർത്തി കാണിച്ച് അതിനെ CPM പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞില്ല. അത് CPM പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ രാഹുലിൻ്റെ വോട്ടിംഗ് ഷെയർ കുറഞ്ഞേനെ. പക്ഷേ അതെന്തായി, അത് രാഹുലിന് അനുകൂലമായി മാറിയും വോട്ടിംഗ് ഷെയർ രാഹുലിന് വളരെ രീതിയിൽ 18,000-ലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പാലക്കാട് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് CPM എടുത്ത നിലപാട്, ഇടതുപക്ഷം എടുത്ത നിലപാട് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നുമില്ല. അത് മാത്രമല്ല, ട്രോളി പോലെ എന്താണ് 1 കോടി എത്രയാ 4 കോടി അല്ലേ, 4 കോടിയാണ് പറഞ്ഞത് അല്ലേ? ഇല്ല, 50 ലക്ഷം എന്ന് പറഞ്ഞു, 1 കോടി എന്ന് പറഞ്ഞു. അല്ല, ആദ്യം 4 കോടിയായിരുന്നു, പിന്നെ 40 ലക്ഷമായി, പിന്നെ 25 ലക്ഷമായി, പിന്നെ കൂട്ടുന്ന ഏകദേശം കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് ചർച്ചയാക്കണം ഏത് ചർച്ചയാക്കേണ്ട എന്നുള്ളതിനേക്കാളും അപ്പുറം എങ്ങനെ രാഷ്ട്രീയത്തെ ഇതുകൊണ്ട് ഈ ഇലക്ഷനോട് കൂടിയിട്ട് പാലക്കാട് CPM സംബന്ധിച്ച് എന്താണ്
ഒരു എന്താണ് ഏകോപനമില്ലാത്ത എങ്ങനെ പാർട്ടി മിഷനറി വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. അതുകൊണ്ട് അവർ എന്ത് സ്ട്രാറ്റജിയാണോ ഉപയോഗിച്ചത് ആ സ്ട്രാറ്റജി അവർക്ക് തന്നെ തിരിച്ചടി. പക്ഷേ നേരെ തിരിച്ച് അങ്ങനെയല്ല. നേരെ തിരിച്ച് ചേലക്കരയിൽ എന്താ സംഭവിച്ചത്? ചേലക്കരയിൽ അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അവിടുത്തെ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും. അവിടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. അവിടെ സത്യം പറഞ്ഞാൽ CPM തിരിച്ചടി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ വികാരമായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്ഥലം ചേലക്കരയാണ്. അവിടെ അങ്ങനെ. പക്ഷെ ആ ഒരു ആംഗിൾ തന്നെ ശരിക്കും പാലക്കാട് വരെ എടുത്താൽ മതിയായിരുന്നു. കാരണം ചർച്ച ചെയ്യാനുള്ളത് മുഴുവൻ, കാരണം കേരളം ഭരിച്ചിരിക്കുന്ന, കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരല്ലേ അവർക്ക് ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള പൊതുവേദി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു CPM ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ചർച്ച ചെയ്താൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എന്താണ്, നല്ല ഒരു വാർത്താ താരമായി ഈ പറഞ്ഞ നമ്മുടെ സരിൻ വന്നതാണ്. ആ സരിനെയും ഈ പറഞ്ഞ ട്രോളിയിലെല്ലാം കൂടി പെട്ട് സരിന് പോട്ടെ. കോൺഗ്രസിൽ നിന്നും സരിനെ കിട്ടിയതോടുകൂടി തന്നെ പിന്നെ കോൺഗ്രസ് ആയി മുഖ്യ ശത്രു എന്ന രൂപത്തിൽ. അതെ, അല്ല, അവർക്കൊരു അപ്പർ ഹാൻഡ് വന്നിരുന്നു. അവർക്കൊരു അപ്പർ ഹാൻഡ് CPM ആ തുടക്ക സമയത്ത് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരുന്നു. ഒരു പുതിയ സ്ഥാനാർത്ഥിനെ കിട്ടി അവർക്ക് ചർച്ച ചെയ്യുന്ന സ്ഥാനത്തിലേക്ക്. അതെല്ലാം സത്യം പറയാം ഈ 3-4 ആരോപണങ്ങളിൽ പെട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇലക്ഷൻ്റെ അവസാന സ്റ്റേജിലേക്ക് സരിനില്ല, കൃഷ്ണകുമാറില്ല, ഉള്ളിപ്പെട്ടി, ട്രോളി, പിന്നെ കത്ത് വിവാദം, ആ വിവാദം, ഈ വിവാദം, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം തീർന്നു. ഇതിൽ മാത്രം എത്തിയ അവസാനം എന്നുള്ളതാണ് സത്യം. അപ്പം പാലക്കാടത്തെ സ്ട്രാറ്റജി സത്യം പറഞ്ഞാൽ ടോട്ടലി പൊളിഞ്ഞു. ആ പൊളിഞ്ഞ കൂടെ പെട്ടിയും പൊളിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, ഇവിടെ ട്രോളി ആവിയായോ എന്ന് ചോദിച്ചാൽ ട്രോളി ആവിയായിട്ടില്ല. ട്രോളി അവിടെ തന്നെയുണ്ട്. പക്ഷേ ട്രോളിയിൽ പണം കൊണ്ടുവന്നുവെന്ന് പറഞ്ഞാൽ ആ ആരോപണം അതിൽ വസ്തുതയോട് കൂടിയുള്ള അല്ലെങ്കിൽ വസ്തുതയുടെ പിൻബലത്തോടു കൂടിയുള്ള ഒരു ആരോപണമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആരോപണം ഉന്നയിച്ചവർക്ക് പോലീസിലേക്ക് വിവരം ആരെങ്കിലും പാസ് ചെയ്യാതെ പോലീസ് പെട്ടെന്ന് ഉറക്കമുണർന്ന് പാതിരാത്രിക്ക് ഒരു ഹോട്ടലിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. രഹസ്യ വിവരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സോഴ്സ് ആരാണോ അത് രഹസ്യമായി തന്നെ തുടരും. സിനിമയിൽ പറയുന്നത് പോലെ എന്നോടൊപ്പം തീരുമെന്ന് ദൃശ്യം സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെയാണ്. അത് ആരോടൊപ്പമോ തീരും. ആ ആൾ പാലക്കാട് തന്നെയുള്ള ആളാണ് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നത്. കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. കാരണം രാഹുൽ ഇപ്പോൾ നിയുക്ത MLA ആയി കഴിഞ്ഞു. രാഹുലിനത് പറയാം. രാഹുലിനെ അത്രയും വേട്ടയാടി എന്നിട്ടും മികച്ച വിജയം നേടി. അപ്പോൾ രാഹുലിനെ ഇനി തിരിച്ചടിക്കാനുള്ള അവസരമാണ്. ഞാൻ കരുതുന്നു നിയമസഭയിലടക്കം ഈ നീലപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിനും ടീമിനും കഴിയും. VD സതീശനൊക്കെ ഇന്ന് തന്നത് അതിൻ്റെ ഒരു ഹിന്റാണ്. ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇനി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നീലപ്പെട്ടി ഉണ്ടോ, നീല ട്രോളി ഉണ്ടോ എന്ന രീതിയിലുള്ളൊരു ട്രോള് അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇവിടെ കണ്ടെത്തിയത് എന്താണ്? ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പെട്ടിയിൽ പണം എത്തിയിട്ടില്ല. അതായത് ഈ ആരോപിക്കപ്പെടുന്ന നീല ട്രോളിയിൽ പണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ ആവശ്യമില്ല. ഇതാണ് അന്വേഷണ സംഘം പാലക്കാട് SP സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് CPM കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞു പോകണമല്ലോ. ആ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ആ പരാതി വേണ്ട, അവിടെ ഉണ്ടായ സംഘർഷത്തെപ്പറ്റി അന്വേഷിച്ചാൽ മതി എന്നതിലേക്ക് പിന്നീട് നിലപാട് മാറിയത് എന്തുകൊണ്ടാണ് എന്ന് EN സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നുണ്ടോ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടേതെന്ന് ഞാൻ നോക്കിയിരുന്നു. കാരണം അദ്ദേഹമാണല്ലോ മറുപടി പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് മന്ത്രി MB രാജേഷിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെയും പ്രതികരണം കണ്ടില്ല. ഈ 2 പ്രതികരണങ്ങൾ വരുമ്പോഴേ ഇതൊരു സമ്പൂർണ്ണമായ ഒരു ട്രോളി കാവ്യമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതിൽ ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഈ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറം കാര്യമായ തെളിവൊന്നുമില്ല. അതായത് ഈ ആരോപണം ഉന്നയിച്ചവരുടെ കയ്യിലും തെളിവൊന്നുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഇനി CPIMനെ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ബോധ്യവുമില്ലാതെ അരുൺ സാർ പറഞ്ഞതുപോലെ ഹാഫ് കുക്ക്ഡ് പോലുമല്ല, കുക്കേ ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യാൻ സാധനവുമില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ കള്ളപ്പണം എത്തുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് കള്ളപ്പണം എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഈ KPM റീജൻസിയിലേക്കാണോ എത്തിയത്, മറ്റെവിടേക്കെങ്കിലും ആണോ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത കിട്ടാതെ പോയത്. അപ്പോഴേക്കും ഈ KPM റീജൻസിയിലേക്ക് ട്രോളിയുമായി വന്നു. അത് കണ്ട ആളുകൾ അങ്ങനെ ഇതെല്ലാം കൂടി റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ KPM റീജൻസിയിലെ ഇവരുടെ കൂടിക്കാഴ്ച, അവിടെ താമസിക്കുന്നവർ, മാഡം പറഞ്ഞത് ശരിയാണ്, മാഡം അവിടെ താമസിച്ചാണ്, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്, ഡോക്ടർ അരുണും അവിടെ, നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ അവിടെയാണ് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ നമ്മുടെ ടീമിലെ മിക്കവരും അവിടെയാണ് താമസിച്ചത്. അവിടെ താമസിക്കാൻ പോകുന്നവർ ട്രോളി കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ താമസിക്കാത്ത, സ്വന്തമായി ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന സ്ഥാനാർത്ഥി ഒരു പെട്ടിയുമായി ആ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ആൾ വരികയും ആ വസ്ത്രങ്ങൾ ബോർഡ് റൂമിൽ കൊണ്ടുപോയി ഷാഫി പറമ്പിൽ MPയെ കാണിച്ച് ആ വസ്ത്രങ്ങൾ
അതിലേതാണ് ധരിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. അസാധാരണമായ ആ കാര്യം സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവിടെ സംശയം ബലപ്പെടുകയും അതിന് പിന്നാലെ CPIM പോവുകയും ചെയ്തത് എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതിൽ CPIMനെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു. ഈ ഒരു പെട്ടിയുമായി അവിടെ താമസിക്കാത്ത ഒരാൾ അവിടെ കാറിൽ വന്നിറങ്ങി ആ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഈ ഡ്രസ്സ് നോക്കുമെന്നുള്ളതൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡ്രസ്സ് നോക്കലൊക്കെ പിന്നെ വന്ന കാര്യമല്ലേ? അതാണല്ലോ രാഹുൽ ചെയ്തത്. ഞാൻ രാഹുലിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ വസ്ത്രം കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഇടേണ്ട വസ്ത്രം ഏതാണെന്ന് ഷാഫിക്കയോട് ചോദിക്കാനാണ് ബോർഡ് റൂമിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ ബോർഡ് റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ ജ്യോതികുമാർ ചാമക്കാലയും VK ശ്രീകണ്ഠൻ MPയും ഷാഫി പറമ്പിലും പിന്നീട് അവിടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. കൂടെ ഫെനിയും ഉണ്ടായിരുന്നു. ഫെനിയാണ് ഈ പെട്ടിയുമായി വരുന്നത്. അപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അത്രയും സമയം മാത്രമാണ് അതിനുള്ളിൽ. അപ്പോൾ വസ്ത്രം കാണിക്കുന്നു, പോകുന്നു. പക്ഷേ ഈ വസ്ത്രമാണ് ഇതെന്നും ഈ ട്രോളിയുമായി അവിടേക്ക് പോയി എന്നുള്ളതുമൊക്കെ വിശദീകരിക്കുന്നത് എപ്പോഴാണ്? അടുത്ത ഘട്ടത്തിലാണ്. അപ്പോൾ ഈ സംശയമായി നിൽക്കാനും ഈ ആരോപണം ചർച്ച ചെയ്യപ്പെടാനും അവിടെ ഈ കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി നിന്ന് ലൈവ് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഈ ഡ്രസ്സുമായിട്ടാണ് പോയതെന്ന് രാഹുൽ പറയുന്നില്ല. പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ നീല ട്രോളി ബാഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രോളി ഒന്നുമില്ല, ഞാൻ ട്രോളിയുമായി പോയിട്ടില്ല എന്ന പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നടത്തിയ ലൈവിൽ തന്നെ രാഹുൽ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ തീർന്നേനെ. അന്ന് രാത്രി 2:15 തീർന്നേനെ. ഈ ആരോപണവും ഈ വെടിക്കെട്ടും ഈ പുകമറയും എല്ലാം അന്ന് തീർന്നേനെ. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത ദിവസം മാത്രമാണ് വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതുവരെ ഈ ഒരു സസ്പെൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായി ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ പഴി പറയുന്നത് കണ്ടു. ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അതിന് പിന്നാലെ പോകുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ മാധ്യമങ്ങളും പോയി. അതിൽ കൈരളി TV അവിടെ വന്ന് കാത്തു നിന്നോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കൈരളി TV അവിടെ എത്തി. ഞാൻ മനസ്സിലാക്കുന്നത് കൈരളി TV അടക്കം മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെയും 1-2 പേരെങ്കിലും ആ ഹോട്ടലിൽ അന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ബഹളവും പോലീസ് വരുന്നതുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അവർ ഏത് രാത്രിയായാലും ജോലി ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു റക്കസ്, ആ ബഹളം എന്തിനായിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ബഹളത്തിൽ അവിടെ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീസിനുണ്ടായ ഡാമേജസിൽ ഇനി നിലനിൽക്കാൻ പോകുന്ന കേസ് അതാണ്. ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീസ് ഡാമേജ്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ അധികൃതർ കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട്. അപ്പോൾ അത് ഡാമേജ് ചെയ്തത് അവിടെ ഉണ്ടായ സംഘർഷത്തിൽ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, DYFIയുടെ ആളുകളുണ്ടായിരുന്നു, BJPയുടെയും ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചവർക്കെതിരായ ഒരു കേസല്ലാതെ അതിന് കൃത്യമായ തെളിവുണ്ട്. കാരണം ഡാമേജ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആ കേസല്ലാതെ ഈ ട്രോളിയുടെ കാര്യത്തിൽ തെളിവില്ലാതെ എങ്ങനെയാണ് ഒരു കേസ് നിൽക്കുക? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നവംബർ 5-ാം തീയതി അർദ്ധരാത്രിയും നവംബർ 6-ാം തീയതി പുലർച്ചെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈവും അതെല്ലാം വാർത്താ മുഹൂർത്തങ്ങളാണ്. അത് ഏത് മാധ്യമപ്രവർത്തകനായാലും മാധ്യമപ്രവർത്തകയായാലും കവർ ചെയ്യും. അപ്പോൾ ആ കവർ ചെയ്തതിനെയൊന്നും രാഹുൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ആ കവറേജ് ഏത് മാധ്യമമായാലും അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പ്രൂവ് ചെയ്യാനും ഈ കാര്യം ചർച്ചയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനും രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് പോലീസ് ചട്ടുകമായോ? ആ ചോദ്യമാണ് ഇനി ലാർജർ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. പോലീസിന് ഈ മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ട് റെയ്ഡ് നടത്തിച്ചതാണോ? അതോ പോലീസിൽ നിന്ന് തന്നെ ഈ വിവരം ലീക്ക് ചെയ്തപ്പോൾ ഇവർ ആരോപിക്കുന്നത് പോലെ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ ആ കള്ളപ്പണം മാറ്റാൻ കഴിഞ്ഞു? ആ ചോദ്യങ്ങളൊന്നും ഇനി ഉത്തരം കിട്ടാതെ അവിടെ അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഹോട്ടലിലേക്ക് റെയ്ഡിന് വേണ്ടി എത്തിയത്. അവിടെ 12 മുറികളല്ലല്ലോ, 40ഓളം മുറികളില്ലേ? എന്തുകൊണ്ട് 12 മുറികൾ അവർ സെലക്ട് ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവും പറയേണ്ടത് തടസ്സപ്പെടുത്തി, നടന്നില്ല. പിന്നീട് റെയ്ഡ് നടന്നില്ല. അപ്പോൾ ആ റെയ്ഡ് എങ്ങനെയാണ് പൂർണ്ണമായ റെയ്ഡാണ് എന്ന് പറയാൻ കഴിയുക? അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു വാർത്താ മുഹൂർത്തമായി മാറിയ ഒന്നായിരുന്നു ഈ നീല ട്രോളി. അതിന് റെയ്ഡ് നടത്തിയത്, ആ ട്രോളിക്ക് പിന്നാലെയുള്ള കഥകൾ, പിന്നീട് ട്രോളിയുമായി വന്ന് സ്ഥാനാർത്ഥി നടത്തുന്ന വാർത്താ സമ്മേളനം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നീല ട്രോളിയുമായി പോകുന്ന പ്രവർത്തകർ, അതിനുശേഷം വിജയാഹ്ലാദ പ്രകടനത്തിലും നീല ട്രോളി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻട്രി വരുമ്പോൾ കൂടെ നീല ട്രോളി ഉണ്ടാകുമോ? അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കുമോ സർക്കാരിനെതിരെ ഉയർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. എന്തായാലും ട്രോളിയിൽ പണമുണ്ട് എന്നുള്ള ആരോപണം ആവിയായി എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രോളി ആവിയായോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം ട്രോളി വിവാദം ആവിയായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ 1992 കരുണാകരൻ്റെ വാഹനം ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അന്നൊരു 3 ട്രോളി ബാഗ് എടുത്തിട്ട് മാറ്റി. പെട്ടെന്ന് ആക്സിഡൻ്റ് ആയ വണ്ടി രാത്രി പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് 3 ട്രോളി ബാഗിൽ പണമായിരുന്നു എന്നുകൊണ്ടത് അത് പ്രതിപക്ഷമല്ല ആരോപണം ഉന്നയിച്ചത്, കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ പണ്ട് തുടങ്ങിയ കോൺഗ്രസിൻ്റെ കൂടെയുള്ളതാണ്. അല്ല, ഇതിനകത്തൊരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ജ്യോതിയോട് ചോദിച്ചപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു, ഇല്ല അത് കാന്തപുരത്ത് കാണാൻ പോകുന്ന സമയത്ത് ഡ്രസ്സ് ചെയ്തിട്ടാൽ മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനകത്തൊന്നും ഒന്നുമില്ല. കോൺഗ്രസ് ഇങ്ങനെയല്ല പണം കൈകാര്യം ചെയ്യുന്ന രീതിയും അങ്ങനെയല്ല. സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് പണം കൊടുക്കുന്നൊരു പതിവ് കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിലില്ല. അത് CPM-ലും ഇല്ല. BJP-യിൽ മാത്രമാണ് പിന്നീട് സ്ഥാനാർത്ഥികൾക്ക് പണം
ഒരു ഘട്ടത്തിലെത്തുന്നത്. പണം നേരിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് എത്തുന്ന ഒരു പതിവ് അവരുടെ രീതിയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണമൊക്കെ കൃത്യമായി ജ്യോതികുമാർ ചാമക്കാല മാനേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചുമതല അദ്ദേഹത്തിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കപ്പിള്ളയായിരുന്നു അവിടുത്തെ. അത് അവിടുത്തെ കണക്കപ്പിള്ളയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പണം വന്ന വഴിയും പണം എങ്ങോട്ട് പോയി എന്നുള്ളതും. അപ്പം ഞാൻ ഈ ഷർട്ട് ഇടാൻ അഭിപ്രായം ചോദിക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അല്ലല്ല, ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കഷ്ടമാണ്. സംസാരിക്കേണ്ടി വരുന്നു. എന്താണ് അവിടെ അതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് കാര്യം ആ ഹോട്ടലിൽ താമസിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ട്രോളിയുമായി അവിടെ വന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവുമ്പോഴാണ് അത് വിശദീകരിക്കേണ്ടി വന്നത്. അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആ ഒരു പിന്നെന്താണ് ആരോപണം പറഞ്ഞുകൊണ്ടേ അല്ല, ആരോപണ വിധേയൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയാം, ഈ KPM റീജൻസിയിലേക്ക് പണം വന്നു എന്ന് പറയും. ആരുടെ പേരിൽ ആരോപണം? കോൺഗ്രസിൻ്റെ പേരിൽ ആരോപണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അങ്ങനെ ആരോപണമില്ല, മിണ്ടാതിരുന്നില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ പത്രസമ്മേളനം പെട്ടിയായി വന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ? ഇതിൻ്റെ അകത്ത് എത്ര പണമുണ്ടോ? എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചില്ല. എന്തുകൊണ്ടാണ് വിശദീകരിച്ചത്? വിശദീകരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം വന്നു ഒരു സ്ഥാനാർത്ഥിയുടെ പേരിൽ, അല്ലെങ്കിൽ ആ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ആരോപണം വന്നു. അതിന് മറുപടി പറഞ്ഞേ വരുള്ളൂ. അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം അതിന് മറുപടി പറയുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് പണം? പിന്നെ വേറൊരു കാര്യം എന്ന് പറയാം, ഏത് പാലക്കാട് ഇലക്ഷനിൽ പണം വന്നിട്ടില്ല എന്നൊരു അഭിപ്രായമൊന്നും നമുക്കില്ല. ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിലൊന്നും ഒരു പണവും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഇലക്ഷൻ വർക്ക് നടക്കുന്നത് എന്നുള്ള ഇതൊന്നുമില്ല. പണം വരുന്നുണ്ട്. ആ പണം പിടിക്കപ്പെട്ടാൽ അത് കള്ളപ്പണവും, പിടിക്കപ്പെട്ടില്ലെങ്കിൽ അത് നല്ല പണവും. അതാണ്. അല്ല, ആ മാർബിള് വാങ്ങിക്കാനായിട്ട് പോയ പണത്തിന്റെ കാര്യത്തിൽ പിന്നീട് അന്വേഷണം ഒന്നും കണ്ടുമില്ല. പിടിച്ചല്ലോ, പണം പിടിച്ചല്ലോ. അതെ, പൊതുവെ അങ്ങനെയാണ്. പിടിച്ചാൽ മാത്രമേ അത് കള്ളപ്പണമാവുള്ളൂ. പിടിക്കുന്നത് വരെ അത് നല്ല പണമാണ്. അപ്പോൾ ആരോപണം നേരിടുന്നവർ തെളിയിച്ചോളുക. അതിലെ വേറെ മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം ടിപ്പ് ഓഫുകൾ കിട്ടിയാൽ അത് പോലീസിന് വളരെ നിർണായകമാണ്. പോലീസ് അത് ചെയ്യണം. പക്ഷേ പോലീസ് ഇവിടെ പാളിപ്പോയത് ഒന്ന് വനിതാ പോലീസുമായിട്ട് പോയില്ല, രണ്ട് ഈ രണ്ട് വലിയ വീഴ്ച. മാത്രമല്ല, ഇത്രയും പാർട്ടിക്കാരൊക്കെ അവിടെ കൂടണം എന്നുണ്ടെങ്കിൽ, കാരണം കോൺഗ്രസ്സുകാരും അത്രയും ഓടിക്കൂടിയല്ലോ, അപ്പോൾ ഈ വിവരങ്ങൾ ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ ആണ്. 45 റൂമുള്ള ഒരു ഹോട്ടലിൽ ആൾക്കാർ മാത്രം പുറത്തേക്ക് ഇറങ്ങിയ 100-150 ആൾക്കാരുണ്ടാവുന്നേ. കാര്യം ഓപ്പറേഷൻ പാളിപ്പോയതിന് കാരണം എന്താ? 12 റൂമിൽ മാത്രമേ റെയ്ഡ് നടത്താൻ പറ്റുള്ളൂ. ആ ഓപ്പറേഷൻ പോലും പോലീസിന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചെങ്കിലും പറയാമായിരുന്നു ഇതൊരു ജെന്യൂൻ ഓപ്പറേഷനായി മാറി. അത്തരം റെയ്ഡിന്റെ പ്രോട്ടോക്കോളുകൾ ഒന്നും പാലിക്കാതെയാണ് പോലീസ് അവിടെ വന്നു കയറിയത്. പോലീസ് അതിനെ വല്ലാതെ അമിതാവേശം കാണിച്ചു എന്നുള്ളതാണ്. അത് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ച എന്താ, രാത്രിയോടുകൂടി പാലക്കാട് തീരുമാനമാക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ ബ്രേക്കിംഗ് ആണല്ലോ. അതോടുകൂടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുഖം നഷ്ടപ്പെടും എന്നൊരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ അഡ്വഞ്ചറസ് നേരെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ട്രോളി ആവിയായോ എന്ന ചോദ്യത്തിന് ട്രോളി ആവിയായിരിക്കുന്നു എന്ന് തന്നെയാണ് 4 പേരുടെയും മറുപടി. Meet the editors.